സിദ്ധു, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു. അച്ഛനിപ്പോ പഴയതുപോലെയൊന്നുമല്ല. മരുന്നൊക്കെ കഴിക്കാൻ എന്തൊരു മടിയാന്നറിയോ. എന്നിട്ട് ബാക്കിയുള്ളവരെ കാണുമ്പോ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ തുള്ളിച്ചാടി നടക്കും. അവരെത്രയൊന്നും പറഞ്ഞല്ലേ ചൂസേ മരുന്ന് കഴിക്കുക, അവർക്കും മടുപ്പിടിക്കത്തില്ലേ? ഈ പറഞ്ഞ നമ്മള് കൃത്യസമയത്തൊക്കെ മരുന്ന് കഴിക്കേണ്ടി വന്നാൽ കഴിക്കാറുണ്ടോ? ലച്ചൂസ് കൃത്യമായിട്ട് മരുന്ന് കഴിക്കാറുണ്ടോ? എനിക്കെന്താ കുഴപ്പം മരുന്ന് കഴിക്കാൻ? ഞാനതല്ല ഉദ്ദേശിച്ചത്. അച്ഛൻ പ്രായമായി വരുവാണല്ലോ, അപ്പൊ സമയത്തിന് മരുന്നൊക്കെ കഴിച്ചാലല്ലേ ആരോഗ്യം നന്നാവുള്ളൂ. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മള് മൈസൂർ പോവാ, ഊട്ടി പോവാം, ബാംഗ്ലൂർ പോവാ, അവിടെ പോവാ, ഇവിടെ പോവാ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ എവിടെയും പോയിട്ടില്ല. ഇപ്പൊ എവിടെയും പോണ്ടേ അളയാ? ഡിസംബറൊക്കെ ആയില്ലേ, നമുക്കേ പോവാ. പക്ഷെ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ കനകാന്റി ഉണ്ടല്ലോ അളിയാ, ആന്റി എന്താടാ ഇത്? എവിടെങ്കിലും ഇരിക്കാൻ സുഖം കിട്ടണ്ടേ? ഇരുന്നൂടെ? എവിടെയെങ്കിലും പറയടാ. പോകില്ലേ? അളിയാ, നമ്മുടെ കനകാന്റി ഉണ്ടല്ലോ, ആന്റി ഇങ്ങനെ മധുരേ പോണം എന്ന് പറഞ്ഞോണ്ടിരിപ്പുണ്ട്. അത് നീ വന്നിട്ട് മധുരേ പോവാന്നും പറഞ്ഞാണ് ഇത്രയും നാൾ ആ പോക്ക് അങ്ങ് നീട്ടി വെച്ച്. മധുരൈ എന്റെ പൊന്നളി, എന്തിനാടാ ഇത്ര ഉറക്കം വിളിക്കുന്നത്? പയ്യെ വിളിച്ചൂടെ നിനക്ക്? ചില സമയത്ത് ഈ ചെറുക്കന്റെ വിളിന്നൊക്കെ പറഞ്ഞല്ലോ. എന്തൊരു കാലാവസ്ഥയാണ് ഇവിടെ. മഴ മാറിയാ വെയില്, വെയില് മാറിയാ വീണ്ടും മഴ. ഇത് എവിടെ പോയിട്ട് പറഞ്ഞു നീ? കേശോ, എതുക്കടാ കൂപ്പിട്ട? കനാന്റി, സംഭവമൊന്നുമില്ല. നമ്മളിങ്ങനെ മധുര പോകുന്ന കാര്യം ഇങ്ങനെ സംസാരിച്ചു. ഞങ്ങളങ്ങനെ ഡേറ്റ് ഒന്നും ഫിക്സ് ആക്കിയിട്ടില്ല, പ്ലാൻ ചെയ്യുന്നേ ഉള്ളൂ. ബാറ്ററിയിലാണോ ഓടുന്നേ? പൊന്നളിയ, വല്ല കാര്യം ഉണ്ടായിരുന്നു ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണ്ടേ? ഈ ആവേശത്തിന്റെ പുറത്ത് പെട്ടെന്ന് ഞാൻ ഓർത്തില്ല. ഇത് വേറൊരു സംഭവം ഉണ്ടായി ചേച്ചി. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് നടക്കുമായിരുന്നു, നോക്കുമ്പോ വഴിയിൽ ഷിബു റോക്സ്. പക്ഷെ ഞാൻ മുന്നിൽ കൂടെ നടന്നു പോയിട്ട് പോലും പുള്ളി എന്നെ ശ്രദ്ധിച്ചില്ല. ഒരേ ഫോൺ വിളി. അപ്പൊ ബിസിനസ്സിലൊക്കെ ഭയങ്കര കോൺസെൻട്രേഷൻ ആണേ. இவங்க எல்லாரும் சொன்னாங்கம்மா போற விஷயம் கேளுங்க. എന്റെ പൊന്ന് കനകാന്റി, ആന്റി ഫസ്റ്റ് അടങ്ങ പോണ കാര്യം ഇവിടെ ആരും പറഞ്ഞില്ല. പോകുന്ന കാര്യത്തിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നതിന്റെ ആദ്യത്തെ ഘട്ടം ആയതേ ഉള്ളൂ. டே கேசு, அப்ப நீ என்ன ஏமாத்தின அப்படிதானே? ആന്റി അങ്ങനല്ല, നമുക്ക് പയ്യെ 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 പ്ലാൻ ചെയ്യാം. ഓക്കെ? ഞാൻ മര്യാദക്ക് അടുക്കള ജോലി ചെയ്തോണ്ടിരുന്നതാ, എന്നെ പിടിച്ചു വലിച്ചൂടെ കൊണ്ട് നിർത്തി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, രണ്ടുപേരും അടുക്കളയിൽ പോയിരുന്ന് ജോലി ചെയ്തോ. ശിവ, നീ എന്താ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നില്ലേ? ആ കാര്യം. പുള്ളിക്ക് കാശിന്റെ എന്താണ്ട് അത്യാവശ്യം ഇപ്പൊ ഉണ്ട്. ആർക്ക്? റോക്സിന് അല്ലാണ്ട് ആർക്ക്? അപ്പം ഞാനിങ്ങനെ ഫോണിൽ സംസാരിക്കുന്ന കേട്ടേ 2 ലക്ഷം രൂപ വേണോ അത്രേ. അതായത് പുതിയ ഫോണിന് ഇത്ര സെയിലില്ല, സെക്കൻഡ്സിനാണ് കൂടുതൽ സെയില്. ഞാനിതൊക്കെ കേട്ടപ്പോഴത്തേക്കും പിന്നെ അവിടെ ചെന്ന് നിന്ന് സംസാരിച്ചു. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ തോന്നിയപ്പോഴത്തേക്കും പറഞ്ഞു, കാശിന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലേ നമ്മുടെ അളിയൻ നല്ലൊരു മനുഷ്യനാണ്, അളിയൻ ചിലപ്പോ കാശൊക്കെ തന്ന് സഹായിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ കേശുവിനോട് കാര്യം ചെന്ന് പറഞ്ഞാൽ കേശുവും ഞാനും കൂടെ അളിയനോട് പറഞ്ഞു കഴിഞ്ഞാൽ അളിയൻ അങ്ങനെ സമ്മതിക്കാണ്ടിരിക്കത്തില്ല, അളിയൻ തീർച്ചയായിട്ടും എല്ലാവരെയും സഹായിക്കുന്ന കൂട്ടത്തിലാന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പം പക്ഷെ ഞാൻ പറഞ്ഞു കേട്ടോ, അങ്ങനെ പൈസ വെറുതെ ഒന്നും തരത്തില്ല, പൈസ തരുവാണെങ്കിൽ കൃത്യസമയത്തിന് തിരിച്ചു തരണം എന്നൊക്കെ പറഞ്ഞു. അപ്പം കേശു അളിയനോട് ഇങ്ങനെ പറഞ്ഞേ, അല്ല റോക്സിനോട് പറഞ്ഞേ അളിയനോട് ഇങ്ങനെ കാശൊക്കെ ചോദിച്ചാൽ തരുന്നേ. ഇപ്പൊ ആളെയാ ഒരുത്തന്റെ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയല്ലേ കാശ് കൊടുക്കുന്നുണ്ട്, അത്ര വലിയ തെറ്റൊന്നുമില്ല. പിന്നെ അവനിപ്പോ അത്യാവശ്യം മര്യാദക്കാരനൊക്കെ ആയി നന്നായി വരികയാണല്ലോ. ഇപ്പൊ ഒരു ഉന്തിന്റെ കൂടെ ഒരു തള്ളും കൂടാൻ കൂടെ ചിലപ്പോ രക്ഷപ്പെട്ടു പോയാലോ. കാശുണ്ടെങ്കിൽ കൊടളിയാ, കാശില്ല കൊടുക്കാൻ. കാശില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? 2 ലക്ഷം രൂപ. സിദ്ധുവേ, നിന്റെ ആലോചന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ കൂടുതൽ അങ്ങോട്ട് ആലോചിക്കണ്ട, നിർത്തിക്കോ. ഓക്കെ, 2 ലക്ഷം രൂപ ഒന്നും എന്താണെന്ന് നടക്കത്തില്ല. വല്ല 1 ലക്ഷം രൂപ ഒക്കെ ആണെങ്കിൽ ആലോചിക്കാം. അത് മാത്രമല്ലടാ അളിയാ, നമ്മളതൊക്കെ കൊടുത്താൽ തിരിച്ചു തരുമോ അവൻ? അവൻ തിരിച്ചെന്തിനാ നമുക്ക് അവന്റെ കട മൊത്തം തൂത്ത് വരിക്കൊണ്ട് വരാളിയാ. തിരിച്ചു തരും, കട തൂത്ത് തരേണ്ട ആവശ്യമൊന്നുമില്ല, തിരിച്ചു തരും അളിയാ. പിന്നെ അല്ല, അപ്പൊ നീ എന്ത് ചെയ്യാൻ പോന്ന്, കൊടുക്കാൻ പോന്നാ? നോക്കാം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അളിയൻ എല്ലാവരെയും സഹായിക്കാനുള്ള മനസ്സുണ്ട്. ഞാൻ അത് തന്നെ റോക്സിന്റെ അടുത്തും പറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞായിരുന്നല്ലേ? പിന്നെ എനിക്ക് അറിഞ്ഞൂടെ എന്റെ അളിയനെ. ചേച്ചിക്ക് കിട്ടിയ പുണ്യമാണ് അളിയൻ. ഒന്നും കൂടെ ആലോചിച്ചിട്ട്. ഇല്ല, അളിയൻ ആലോചിച്ചു, സെറ്റാണ്. ഗുഡ് ജോബ്.
ഡേയ് നിനക്ക് എന്തിനാണെന്ന് പറഞ്ഞേ? ഹെഡ്സെറ്റ് ഹെഡ്സെറ്റ് ഏതാ മറ്റേ ബ്ലൂടൂത്താ കുത്തണതാ? അതൊക്കെ അവിടെ പോയിട്ട് നോക്കാം. ആ ചെടി നശിപ്പിച്ചെടുത്ത്. ഉമ്മ എവിടെ രണ്ടുപേരും ഇവിടെ? ഇപ്പുറം വരെ. രണ്ടുപേരും എന്താ ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ? ഈ കള്ളലക്ഷണം ഒന്നുമില്ല ഉമ്മ. ഞങ്ങളതാ നിപ്പിനൊരു ടക്കനെ പോയിട്ട് ടക്കനെ അങ്ങ് വരും. ഈയിടെയായിട്ട് ടക്കനെ പോക്കും ടക്കനെ വരവ് ഇച്ചിരി കൂടുതലാ. അമ്മൂമ്മ നമ്മുടെ ഷിബുവിന്റെ കട വരെ പോണ്. എന്തിന്? അതവൻ പറഞ്ഞില്ലേ ഓഫറൊക്കെ ഉണ്ടെന്ന്. അപ്പൊ എനിക്കൊരു ഹെഡ്സെറ്റ് വാങ്ങണം. പിന്നെ നിനക്ക് എന്താ പൗച്ചാ? അങ്ങനെ എന്താണ്ടോ അവന് വാങ്ങണം. അപ്പൊ പോയി വാങ്ങിട്ട് വരാം. ലാഭം ഉണ്ടല്ലോ. ഓ വീണ്ടും അവനെ സഹായിക്കാൻ പോവാന്നോ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അല്ലെങ്കിൽ വേണ്ട. പ്രായമുള്ളവർ വല്ലതും പറഞ്ഞാലേ അതൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ. പോയിട്ട് വാ. അമ്മൂമ്മ ഇത് അങ്ങനൊന്നും ഇല്ല. അമ്മൂമ്മ എന്താണ് ഇങ്ങനെ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് ആവുന്നത്? മൂത്തവർ ചെല്ലും മുതുനെല്ലിക്ക, ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. അണ്ണനും തങ്കച്ചിയും കൂടെ പോയിട്ട് വന്നാട്ടെ. കൂടെ പോണില്ലേ പിന്നെന്തെറ്റി? ഓ ഓ പോയിട്ട് വാ, ഞാൻ പോയിട്ട് ബൈ ബൈ. ഇങ്ങോട്ട് പറഞ്ഞു. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ നിന്നെ തിരക്കി വന്നത്. എന്നെ തിരക്കിയ? ഞാൻ നിന്നെ തിരക്കി നിന്റെ കടയിലോട്ട് വരുമായിരുന്നു. ഷേ എന്റെ ഷോപ്പിലാ? ഓ ഷേ വരുമ്പോ വിളിച്ചിട്ടേക്ക് വരണ്ടേ? എന്തിന്? നീ ഇപ്പൊ എന്തിനാ എന്നെ തിരക്കി ഇങ്ങോട്ട് വന്നത്? അത് നിന്റെ അടുത്ത് കുറച്ച് കാര്യം പറയാനുണ്ട്, അതുകൊണ്ട്. അതായത് നിനക്ക് ഇവിടെയും കോളേജിലോട്ട് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ. ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് എന്റെ കടയിലോട്ട് കൊണ്ടുവരേണ്ട ഒരു സെറ്റപ്പ് പറയാൻ വേണ്ടിട്ടായിരുന്നു. ബ്രെയിൻ വാഷാ? അതായത് എന്റെ ഷോപ്പിൽ നല്ല സർവീസും നല്ല കച്ചവടമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പറഞ്ഞ് സെറ്റാക്കി കടയിലോട്ട് കൊണ്ടുവരണം. ഞാൻ തള്ളണം? അതെ. ശരി. അപ്പൊ അതൊന്ന് സെറ്റ് ആക്കണം. എന്തിനാ ഞാൻ കൊണ്ടുവന്നിട്ട്? കൊണ്ടുവന്നിട്ട് മൊബൈലിൽ സാധനം സെല്ല് ചെയ്യാമല്ലോ. എനിക്ക് സാധനം നല്ല സ്ക്രീൻ കാർഡാണ്, നല്ല എക്സെറ്റ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് സെറ്റാക്കി കഴിഞ്ഞാൽ. ശരി ശരി ശരി, ഞാൻ അതൊക്കെ പറയാം. അപ്പൊ അത് പറയാനാണ് നീ ഇങ്ങോട്ട് വന്നത്? അതെ, അത് പറയാൻ വേണ്ടി വന്നത്. എന്തൊരു സാധനം? അല്ലളിയ നേരിട്ട് കണ്ട് പറയുമ്പോഴത്തേ അതിനൊരു ഗുമ്മുണ്ടാവുമല്ലോ. നിനക്ക് ജസ്റ്റ് ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതിരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അങ്ങോട്ട് തന്നെയല്ലായിരുന്നോ വരുന്നേ? അതെനിക്ക് അറിഞ്ഞൂടായിരുന്നല്ലോ നീ അങ്ങോട്ടാണ് പറഞ്ഞത്. അത് ശരിയാണല്ലോ. എന്താ? ആ ഡേയ്, ഞാൻ നിന്നെ കാണാൻ വേണ്ടി കടയിലോട്ട് വരണമെന്ന് പറഞ്ഞില്ലേ? ആ കാര്യം ഇത്രേ ഉള്ളൂ. നീ എവിടെ നിന്ന് കാശ് വെച്ചെന്ന് പറഞ്ഞിട്ട്? ഞാനാ? ഓ എന്റെ പൊന്നു കേശു, ഞാൻ ഇവിടെ 10 പൈസ ഞാൻ ചോദിച്ചിട്ടില്ല. നീ ആ കാര്യം കേട്ട് എന്നെ അടിക്കാനൊന്നും വരല്ലേ. ഞാൻ എപ്പോഴാ പൈസ ചോദിച്ചത്? അങ്ങനെയല്ല എടാ, എന്നോട് ചോദിച്ചെന്നല്ലോ, പുള്ളിക്ക് ആവശ്യമുണ്ടെന്നല്ലേ. തന്നെ എടേ, ഞാൻ അല്ലാതൊരു രീതിയിൽ ചോദിച്ചെന്നുള്ളൂ. നിനക്ക് എന്താ? അല്ല, നീ അതൊക്കെ കേട്ട് ചിലപ്പോ ചാടിക്കറി വരുവേ, അതുകൊണ്ടാണ്. നിന്നെ എപ്പോഴാ തല്ലി കഴിയൂലേ? പൈസക്ക് ആവശ്യമൊക്കെ ഉണ്ട്. കടയിലെ സ്റ്റോക്ക് ഒക്കെ എടുക്കണമല്ലോ, സെക്കൻഡ്സിനാണ് കച്ചവടം. അപ്പൊ കുറച്ച് സാധനം എടുത്ത് വെക്കണം. അതിന് 2 ലക്ഷം രൂപ ആവും. അത് പറയണേ അവള് പറഞ്ഞു എന്റെ അടുത്ത്. അപ്പൊ ഞാൻ അവളോട് കുറച്ചേരം സംസാരിച്ച്, പിന്നെ ഞങ്ങൾ പോയി അളിയന്റെ അടുത്ത് സംസാരിച്ച്. അപ്പൊ അളിയെ 2 ലക്ഷം രൂപയൊന്നും കാണൂലെന്ന് പറഞ്ഞ്, ഒരു 1 ലക്ഷം രൂപയാണെങ്കിൽ ഒപ്പിക്കാം, എപ്പോണേലും തരാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ തിരിച്ചു ചോദിക്കുമ്പോ അപ്പൊ തന്നെ തിരിച്ചു തരണം. അത് വേണ്ട കേശു, അത് ശരിയാവില്ല. അതിപ്പോ കേശുവിന്റെ വാങ്ങണമെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അളിയന്റെ എന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. ശിവാന്റെ അടുത്ത് പറഞ്ഞിരുന്നല്ലോ അത് വേണ്ടെന്ന്. അല്ലടേ, അളിയൻ കുഴപ്പമൊന്നുമില്ല, അളിയൻ സോഷ്യലാണ്. അതെനിക്കറിയാം, എന്നാലും അത് ശരിയാവില്ല, അത് വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട അല്ലേ? ഒരു കാര്യം ചെയ്യാ, പോവാ കടയിലോട്ട്. എങ്ങോട്ട്? കടയിലോട്ട്. എന്തിന്? കട പറഞ്ഞ ഗോലി കളിക്കാനാ? അല്ല, എന്ത് വാങ്ങാൻ വേണ്ടിട്ടാ പറഞ്ഞേ? എടാ, എനിക്കൊരു പൗച്ച്, ഇവക്കൊരു ഹെഡ്സെറ്റ്. അത് നമുക്ക് നാളെ ആക്കിയാലോ? നാളെ ആകുമ്പോ പുതിയ സ്റ്റോക്ക് ഒക്കെ വരും. അതാകുമ്പം നല്ല നോക്കി മാറ്റി വെക്കാം. എടാ മഹാദ്രോഹി, കടയിൽ സ്റ്റോക്ക് ഇല്ലാതെ ഓഫർ ഇട്ട് കടയിൽ തുറന്നു വെച്ചേക്കണ നീ. അത് ഓഫർ ഇന്നല്ല, നാളെ തൊട്ട് തുടങ്ങുള്ളൂ. നാളെ ആകുമ്പോ നല്ല പൗച്ചൊക്കെ വരും. പച്ച പൗച്ചിൽ ചുവന്ന കുരങ്ങന്റെ പാടുള്ള, അത് അളിയന് തരാം. അളിയനാ? അല്ല, കേശുവിന് തരാം. പച്ച പൗച്ചില് ചുവന്ന കുരങ്ങ. പച്ച പൗച്ചില് ചുവന്ന കുരങ്ങ്. ഇനി നാളെ ഞാൻ അങ്ങോട്ട് വരും. അപ്പോ ഈ പൗച്ച് ഇല്ലാന്ന് വല്ലതും പറഞ്ഞ? അയ്യോ, അങ്ങനെ പറഞ്ഞ ചിലപ്പോ വന്നില്ലെങ്കിൽ എന്ത്? വന്നില്ലെങ്കിലും നീ കൊള്ളും. നോക്കാം, നോക്കാം. ശരി, പൊക്കോട്ടെ. അപ്പൊ അളിയ കൂട്ടുകാരനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ മറക്കല്ലേ. ബ്രെയിൻ വാഷ് ഒക്കെ ഞാൻ ചെയ്യാം. നീ ഇനി അളിയാന്ന് ഒരു തവണ വിളിച്ചാ നീ ഇവിടുന്ന് പോവില്ല. ശരി എന്നാ, പൊക്കോട്ടെ. ശരി.
ചെറിയ അസുഖമൊന്നുമല്ല. ശരി ആ പോണു പാമ്പ് പിടിച്ചോ അല്ലേ തന്നെ